ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അശ്വതി. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ വർഷം വരാനിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഓക്കെ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്, അതുപോലെ തന്നെ അതിന്റെ യോഗ്യതകള്, അതിന്റെ സാധ്യതകള് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ആ ഒരു ജോലി ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്? അതായത് കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിന്റെ പേ സ്കെയിൽ എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് അതിന്റെ അപ്പോയിന്റ്മെന്റ്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, അതിന്റെ പേ സ്കെയിൽ എത്രയാണ്? 35,600 മുതൽ 75,400 വരെയാണ്. 75,400 വരെയാണ് അതിന്റെ പേ സ്കെയിൽ വരുന്നത്. അതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്? ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെയോ ഏജ് ലിമിറ്റ് എങ്ങനെയാണ്? 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. ഇപ്പൊ നമുക്കറിയാം ഏജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ, 40 വയസ്സ് വരെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ എങ്ങനെയാ? നമ്പർ ഓഫ് വേക്കൻസീസ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വേക്കൻസീസ് ഉണ്ട്. ഇതിന് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി അതിന്റെ യോഗ്യത എന്താണ്? ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട യോഗ്യത എന്താണ്? അതായത് ഡിഗ്രിയുള്ള ഏതൊരാൾക്കും നമുക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ പറയുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, +2 പ്രീ ഡിഗ്രി കോഴ്സിന് +2 എന്താണ്? ബയോളജിയോ മാത്സോ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഡിഗ്രി വേണം, അതിന്റെ ഒപ്പം തന്നെ ഗ്രാജുവേഷൻ വിത്ത് ഐദർ മാത്തമാറ്റിക്സ് ഓർ ബയോളജി ആസ് വൺ ഓഫ് ദി ഓപ്ഷണൽ സബ്ജക്ട് ഫോർ ദ പ്രീ ഡിഗ്രി കോഴ്സ് എന്നാണ് പറയുന്നത്. +2 ബയോളജിയോ മാത്സോ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള ഡിഗ്രിക്കാർക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ബയോമാക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് ബയോളജി ഉണ്ട് അല്ലെ. ഇപ്പൊ ബയോളജി പഠിച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് എഴുതാം. ഇപ്പൊ കൊമേഴ്സുകാർക്കാണെങ്കിലും നമ്മൾ മാത്സ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അപ്പൊ എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നോക്കിക്കേ, പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇത് കാറ്റഗറി നമ്പർ എത്രയാണ് വരുന്നത്? 691/2022 ആണ്. മുന്നേ നടന്ന എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 16/12/2023. 2023 ഡിസംബർ 16 ആയിരുന്നു എക്സാം നടന്നത്. മെയിൻ ലിസ്റ്റില് ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ നമ്പർ എന്ന് പറയുന്നത് 254 ആണ്. ഇനി അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 5/12/2024 വരെയാണ് കാലാവധി ഉള്ളത്. പിന്നെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നോക്കിക്കേ, കാലാവധി അല്ല, അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 5/12/2024 ആണ്. കട്ട് ഓഫ് മാർക്ക് 63 ആണ്. പിന്നെ അതിന്റെ മാക്സിമം മാർക്ക്, ആ ഒരു എക്സാമിന് നേടിയ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 87 മാർക്കാണ്. ഇന്റർവ്യൂവിന് പോയ മാക്സിമം മാർക്ക്, ഇന്റർവ്യൂവിന് കിട്ടിയ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 13 ആണ്. ഇനി ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് നോക്കിക്കേ, 2026 ജനുവരി മാസം 20 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസസ് നോക്കൂ, ഇത്രയും അഡ്വൈസസ് ഇതിന് പോയിട്ടുണ്ട് കണ്ടോ. 60 അഡ്വൈസസ് ഈ ഒരു എക്സാമിന് പോയിട്ടുണ്ട്. 254 പേര് മെയിൽ ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 60 പേർക്ക് എന്തുണ്ട് കിട്ടിയിട്ടുണ്ട്? അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റാറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ്, ഈ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്നാണ്? വിൽ എക്സ്പയർ ഓൺ 4/12/2027 അല്ലെ. 2027 ഡിസംബർ 4 വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പൊ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്ന ഒരു അവസരമാണ്. ഡിഗ്രിക്കാർക്ക്, ഏതൊരു ഡിഗ്രിയുമുള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഇത് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സിലബസ് ആണ്. ഈ ഒരു എക്സാമിന്റെ സിലബസ് എന്താണ്? സിലബസ് നോക്കിക്കേ, 100 മാർക്കിന്റെ എക്സാം ആണ്. ഫിസിക്സിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ കെമിസ്ട്രിയിൽ നിന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ബയോളജി, മാത്സ്,
ഡയറി സയൻസ് സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് 20 മാർക്സിനാണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു ബയോളജിയോ മാത്സോ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ഒരു ഡിഗ്രിക്കാരന് അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് സയൻസ് സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ. ഇതിന്റെ അകത്ത് GKയോ അല്ലെങ്കിൽ വേറെ കറണ്ട് അഫയേഴ്സോ ഒന്നും വരുന്നില്ല. സയൻസ് സബ്ജക്ട്സ് ആണ് വരുന്നത്. മാത്സും കൂടെ ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആയ ഡയറി സയൻസും കേട്ടോ. അപ്പൊ എല്ലാത്തിനും 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ടോട്ടൽ 100 മാർക്കിന്റെ എക്സാം ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കി. ഇനി നമുക്ക് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആരാണ്, അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആരാണ്? അതായത് ഈ വകുപ്പിന്റെ ഡയറി ഫാം വകുപ്പിന്റെ കീഴിൽ വരുന്ന പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ ക്ഷീര സഹകരണ സംഘങ്ങളിലുമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയായിരിക്കും ജോലി ഉണ്ടാവുക? പഞ്ചായത്ത് തലത്തിലായിരിക്കും, ബ്ലോക്ക് പഞ്ചായത്തുകളിലായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ക്ഷീര സഹകരണ സംഘങ്ങളിലും പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇവരുടെ മെയിൻ ആയിട്ടുള്ള ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്താണ്? ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതികൾ നടപ്പിലാക്കുക. നമുക്കറിയാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവും. അപ്പൊ ആ പദ്ധതികളൊക്കെ ഒന്ന് നടപ്പിലാക്കുക. ക്ഷീരമേഖലയിൽ ദൈനംദിനമുള്ള ലാഭം പരമാവധിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഓക്കെ, അപ്പൊ ക്ഷീരമേഖലകളിൽ നല്ല രീതിക്കുള്ള ലാഭം കൊണ്ടുവരുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക. പിന്നെ എന്താണ് മൂന്നാമതായി പറയുന്നത്? ക്ഷീര കർഷകരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക. അതായത് ആനുകൂല്യങ്ങളാണ് അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷീര കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുക. മൂന്നാമതായി പറയുന്നത് ക്ഷീര കർഷകരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക. ഓക്കെ, ഇനി ക്ഷീര കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നതിന് മൂല്യവർധന മെച്ചപ്പെടുത്തിയുള്ള മാർക്കറ്റിംഗ്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ക്ഷീര സംഘങ്ങളുടെ അക്കൗണ്ടിംഗ് മാനേജ്മെന്റ് സംവിധാനം ഏകീകരിക്കുക. അവിടെയും ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. ക്ഷീരവികസന വകുപ്പ്, സംരംഭകർ, അതുപോലെ ക്ഷീര സംഘങ്ങൾ എന്നിവരുടെ ഒരു സംയോജിത നെറ്റ്വർക്ക് സൃഷ്ടിക്കുക. അതായത് ഈ പറയുന്ന ഇത്രയും ആൾക്കാരായിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം അല്ലെ. ക്ഷീരവികസന വകുപ്പ്, അതുപോലെ തന്നെ സംരംഭകര്, അതുപോലെ തന്നെ ക്ഷീര സംഘങ്ങൾ, ഇവര് 3 പേരുമായിട്ട് എങ്ങനെയാണ് ഒരു സംയോജിത നെറ്റ്വർക്ക് സൃഷ്ടിക്കുക. ഇത്രയുമാണ് മെയിൻ ആയിട്ട് ഇവരുടെ എന്ത് വരുന്നത്, ആ ഒരു ചുമതലകളായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായി സാധ്യതകൾ എന്താണ്? ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറായി നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ സാധ്യതകൾ എന്തെല്ലാമാണ് നോക്കിക്കേ. നമുക്ക് കിട്ടാവുന്ന സാധ്യതകൾ എന്ന് പറയുന്നത് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടാം. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഒന്നാമതായി. പിന്നെ വരുന്ന ഒരു സാധ്യതയാണ് സീനിയർ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് നമ്മൾ പറയും. എന്താണ് രണ്ടാമതായി വരുന്നത്? സീനിയർ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ. പിന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ ജോയിന്റ് ഡയറക്ടർ. ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ എന്താണ്? ജോയിന്റ് ഡയറക്ടർ. അപ്പൊ നമ്മള് സാധ്യതകള്, പ്രൊമോഷൻ സാധ്യതകൾ കണ്ടു. 3 സ്ഥാനക്കയറ്റങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, സീനിയർ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അതായത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഈ ഒരു എക്സാം ഏതൊരു ഡിഗ്രിക്കാർക്കും അറ്റൻഡ് ചെയ്യാം. ഡിഗ്രിയാണ് അതിന്റെ യോഗ്യത. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തായിരുന്നു കണ്ടീഷൻ? ബയോളജിയോ മാത്സോ +2 നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൽ നമുക്ക് സയൻസ് സബ്ജക്റ്റുകളാണ് കൂടുതൽ വരുന്നത് അല്ലെ. കൂടുതൽ നല്ല സയൻസ് സബ്ജക്റ്റേ ഉള്ളൂ. എക്സ്ട്രാ വരുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ് ഡയറി സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ PSC പഠിക്കുന്ന പോലെ ജനറൽ നോളജോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സോ ഒന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്കത് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ അതിന്റെ ചുമതലകൾ എന്താണ്, ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ചുമതലകൾ എന്തൊക്കെയാണ് വരുന്നത്, അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മൾ പറഞ്ഞു ഏറ്റവും മികച്ച അവസരമാണെന്ന് പറഞ്ഞു അല്ലെ. ഏറ്റവും മികച്ച അവസരമാണ് ഈ ഒരു വർഷം വരാൻ പോകുന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പേ സ്കെയിൽ ഒക്കെ നമ്മൾ കണ്ടുല്ലോ അല്ലെ. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ നിങ്ങൾ ഒട്ടും തന്നെ സമയം കളയാതെ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. ഏതൊരു ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ഏതൊരു ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം. ബയോളജി സയൻസ് തന്നെ പഠിക്കണം എന്നില്ല. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച മാത്സ് പഠിച്ച ഒരു ഡിഗ്രിക്കാരന് അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്, കോമ്പറ്റീഷൻ ഉള്ള എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. അപ്പോ പഠിച്ചു തുടങ്ങാനായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ CCയും തയ്യാറാണ്. CCയുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നോക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോങ് ബാച്ച് ആണ്. അപ്പോ നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ലോങ് ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 8590202323 എന്നുള്ളതാണ് നമ്പർ. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഒട്ടും വൈകാതെ തന്നെ കോഴ്സിന് അഡ്മിഷൻ എടുക്കുക. നമുക്കിവിടെ ഫ്രീഡം ഓഫർ ഉണ്ട്. എല്ലാ കോഴ്സുകൾക്കും PSCയിലെ എല്ലാ കോഴ്സുകൾക്കും 30% ഓഫ് ഉള്ളതാണ്. അപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കോഴ്സിനും നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അധികം വൈകാണ്ട് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.